നമസ്കാരം TCV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നവംബർ 29 വരെ ശക്തമായ മഴയ്ക്കും കാറ്റും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നും മഴ മുന്നറിയിപ്പിൽ. CPIM താനൂർ ഏരിയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച പതാക ഉയരും. വൈലത്തൂരിലെ പൊൻകാസ് ബീരാൻകുട്ടി നഗറിലാണ് സമ്മേളനത്തിന് വേദിയാകുന്നത്. കുറ്റിപ്പുറം ചെമ്പിക്കൽ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ പ്രദേശവാസികളാണ് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. പോലീസും തിരൂർ ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം കരക്കെടുത്തു. പൊന്നാനിൽ വീട് തകർന്നു വീണ കുടുംബത്തിലെ 4 പേർക്ക് പരിക്ക്. തെയ്യങ്ങാട് രായ്മരക്കാർ വീട്ടിൽ ഷറഫുള്ളയുടെ ഓടിട്ട വീടാണ് തകർന്നത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നവംബർ 29 വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പിലുണ്ട്. സംസ്ഥാനത്ത് നവംബർ 29 വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ടെന്നാണ് ശക്തമായ മഴ മുന്നറിയിപ്പിൽ വ്യക്തമാകുന്നത്. ചില ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിലും മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച മലയോര പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഷ്ടവും ജീവഹാനിയും ഉണ്ടാകുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ KSEB 1912 എന്ന കൺട്രോൾ റൂമിലോ 107 എന്ന നമ്പറിലോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണം. ബംഗാൾ കടലിൽ പുതിയ ന്യൂനമർദ്ദം തെക്കൻ അന്തമാൻ കടലിൽ നവംബർ 29 രൂപപ്പെടാൻ സാധ്യതയുണ്ട്. തുടർന്ന് ശക്തി പ്രാപിച്ച് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി നിലവിൽ ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. CPIM താനൂർ ഏരിയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച പതാക ഉയരും. വൈലത്തൂരിലെ പൊൻകാസ് ബീരാൻകുട്ടി നഗറിലാണ് സമ്മേളനത്തിന് വേദിയാകുന്നത്. 9 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 130 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പതാക കൊടിമര ദീപശിഖാജാഥകൾ സമ്മേളന നഗരിയിൽ സംഗമിക്കുന്നതോടെയാണ് CPIM താനൂർ ഏരിയ സമ്മേളനത്തിന് പതാക ഉയരുക. നവംബർ 27, 28 ശനി ഞായർ ദിവസങ്ങളിലായി പ്രതിനിധി സമ്മേളനം വൈലത്തൂർ KPM ഓഡിറ്റോറിയത്തിലെ പൊൻകാസ് ബീരാൻകുട്ടി നഗറിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 10 പ്രതിനിധി സമ്മേളനം CPIM സംസ്ഥാന സമിതി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്യും. വനിതകൾ ഉൾപ്പെടെ 113 പ്രതിനിധികളും 17 ഏരിയ കമ്മിറ്റി അംഗങ്ങളും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ E. ജയൻ, വേലായുധൻ വള്ളിക്കുന്ന് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പാർട്ടി ഏരിയ സമ്മേളനത്തിനകത്ത് 113 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അതിനു പുറമെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ 17 പേർ ഉൾപ്പെടെ 130 പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടാണ് സമ്മേളനം ചേരുക. ആ സമ്മേളനത്തെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സഖാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിനകത്ത് പാർട്ടിയുടെ കഴിഞ്ഞ സമ്മേളന കാലയളവിലുള്ള പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും അതിൻ്റെ പോരായ്മകളും അതിനുശേഷം അടുത്ത വർഷത്തിലേക്ക് താനൂർ ഏരിയയിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുക. 3 കേന്ദ്രങ്ങളിൽ നിന്നാണ് പതാക കൊടിമര ദീപശിഖാ ജാഥകൾ പ്രയാണം ആരംഭിക്കുന്നത്. 3 ജാഥകളും വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ സമ്മേളന നഗരിയിൽ സംഗമിക്കും. P. ശങ്കരൻ ക്യാപ്റ്റനും M. അനിൽകുമാർ വൈസ് ക്യാപ്റ്റനുമായ പതാക ജാഥ താനൂരിലെ P. നാരായണയുടെ വീട്ടിൽ നിന്നും ആരംഭിക്കും. PP സൈദലവി ക്യാപ്റ്റനും P. വിനേശൻ വൈസ് ക്യാപ്റ്റനുമായ കൊടിമര ജാഥ ഉണ്ണിയാലിലെ KP ഉമ്മറിന്റെ വീട്ടിൽ നിന്നാണ് പ്രയാണം ആരംഭിക്കുന്നത്. 3 മേഖലകളിൽ നിന്നാണ് ദീപശിഖാ ജാഥ എത്തുന്നത്. V. അബ്ദുറസാഖ് ക്യാപ്റ്റനും TA സതീശൻ, KK വേലായുധൻ വൈസ് ക്യാപ്റ്റന്മാരുമായ ദീപശിഖാ ജാഥകൾ വട്ടത്താണയിലെ ശ്രീധരൻ, താനാളൂരിലെ കാസ്മി, പറമ്പിൽ മുകളിലെ പൊൻകാസ് ബീരാൻകുട്ടി എന്നിവരുടെ വീടുകളിൽ നിന്നും ആരംഭിക്കും. പതാക കൊടിമര ദീപശിഖാ ജാഥകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ ഉയർത്താനുള്ള പതാക ഇവിടെ നമുക്ക് ഏവർക്കും അറിയുന്നതുപോലെ താമുവേട്ടൻ രക്തസാക്ഷി ആയ അദ്ദേഹത്തിൻ്റെ സഹോദരി നാരായണി അമ്മയുടെ വീട്ടിൽ നിന്ന് ആണ് പതാക ജാഥ ആരംഭിക്കുന്നത്. ആ പതാക ഏറ്റുവാങ്ങുന്നത് പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് ശങ്കരൻ മാഷാണ്.
ആ ജാഥയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് സഖാവ് അനിൽകുമാറാണ് നേതൃത്വം കൊടുക്കുന്നത്. 3 ജാഥകളും വട്ടത്താണിയിൽ സംഗമിച്ച് മഹാറാലിയായി വൈലത്തൂർ പൊൻകാസ് ബീരാൻകുട്ടി നഗറിൽ സംഗമിക്കും. പ്രതിനിധി സമ്മേളനം, പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കൽ, റിപ്പോർട്ടിന്മേലുള്ള ചർച്ച, ഏരിയ കമ്മിറ്റിയുടെയും മേൽക്കമ്മിറ്റിയുടെയും മറുപടി, ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ, അഭിവാദന പ്രസംഗം എന്നിവ അടങ്ങുന്നതാണ് സമ്മേളന അജണ്ട. കോവിഡ് പ്രമാണിച്ച് ശക്തിപ്രകടനവും പൊതുസമ്മേളനവും ഉണ്ടാകില്ല. KT ശശി, V അബ്ദുറസാഖ്, PP സൈദലവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുറ്റിപ്പുറം ചെമ്പിക്കൽ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ പ്രദേശവാസികളാണ് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസും തിരൂർ ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം കരക്കെത്തിച്ചു. കുറ്റിപ്പുറം ചെമ്പിക്കൽ ഭാരതപ്പുഴയിലാണ് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ പ്രദേശവാസികളാണ് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസും തിരൂർ ഫയർഫോഴ്സും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് മൃതദേഹം കരക്കെത്തിച്ചു. മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി വരുന്നതായി തിരൂർ പോലീസ് അറിയിച്ചു. തിരുനാവായ പട്ടണക്കാവ് റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി MLA കുറുക്കോളി മോദിന്റെ അധ്യക്ഷതയിൽ തിരൂർ റെസ്റ്റ് ഹൌസിൽ അടിയന്തര യോഗം വിളിച്ചു. സർക്കാർ ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് അടിയന്തര പരിഹാരമുണ്ടാകുമെന്ന് MLA മാധ്യമങ്ങളോട് പറഞ്ഞു. മണ്ഡലത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ പ്രദേശമാണ് പട്ടണക്കാവ്. MLA കുറുക്കോളി മോദിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, ബസ് തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ 12ഓളം നിർദ്ദേശമാണ് ഉയർന്നത്. പട്ടണക്കാവ് ജംഗ്ഷനിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, റോഡുകളുടെ അരികിലായുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ, മരങ്ങളും ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതിനായി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും സർക്കാരിൽ സമർപ്പിച്ചിട്ടുള്ള 4 പദ്ധതികളും ഉടനെ തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും MLA പറഞ്ഞു. ഏകദേശം 12ഓളം നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. എല്ലാം മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതും കുറച്ചുകൂടി സമയമെടുത്ത് പൂർത്തീകരിക്കേണ്ടതും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇടപെടലുകൾ ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ആ നിർദ്ദേശങ്ങൾ കൂട്ടത്തിലുണ്ട്. അതിൽ ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. അങ്ങാടിയിലേക്ക്, റോഡിലേക്ക് കടന്നിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ സാധന സാമഗ്രികൾ വിൽക്കാനും മറ്റും റോഡിലേക്ക് കടന്ന് അവർ വിൽപ്പന നടത്തുന്നുണ്ട് എങ്കിൽ അത്, അതേപോലെ റോട്ടിൽ വെച്ച് മത്സ്യം വിൽക്കുന്നത്, പച്ചക്കറികളുണ്ടെങ്കിൽ അത്, മറ്റു വാഹനങ്ങൾ അങ്ങനത്തെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കുവാനും അവരെ സ്ഥലങ്ങളിലേക്ക്, അതാത് നിർണയിച്ച സ്ഥലങ്ങളിലേക്ക് അവർ കേന്ദ്രീകരിക്കണം എന്ന് ആവശ്യപ്പെടാനും ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധികളുണ്ടായിരുന്നു. അവർക്കിടയിൽ ചർച്ച ചെയ്ത് മാറ്റുന്നതിനെക്കുറിച്ച് അവർ സ്വമേധയാ അതിന് പരിശ്രമം നടത്താമെന്ന് വാക്ക് തരികയും ചെയ്തിട്ടുണ്ട്. തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാബി കൊട്ടാരത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MP കോയ, ജനപ്രതിനിധികൾ, ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. പൊന്നാനിയിൽ വീട് തകർന്ന് വീണ കുടുംബത്തിലെ 4 പേർക്ക് പരിക്ക്. തെയ്യങ്ങാട് രായൻ മരക്കാർ വീട്ടിൽ ഷറഫുള്ളയുടെ ഓടിട്ട വീടാണ് തകർന്നത്. ഭാര്യ ഷാജിദ, മക്കളായ സഫ്ന, സജിന എന്നിവർക്ക് പരിക്കേറ്റു. പൊന്നാനി തെയ്യങ്ങാട് മഴയിൽ ഓടിട്ട വീട് നിലംപൊത്തി മതിലിടിഞ്ഞു വീണ് 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊന്നാനി തെയ്യങ്ങാട് സ്വദേശി രായ്മരക്കാർ വീട്ടിൽ സഫറുള്ളയുടെ വീടാണ് തകർന്നു വീണത്. ചൊവ്വാഴ്ച രാത്രി 11:45 അപകടം. ഇക്കൻ്റെ സൗണ്ട് ഇട്ടിട്ട് ഞങ്ങൾ അവിടുന്ന് കാണുമായിരുന്നു. ചീറിൽ ഇട്ടിട്ട് ഞങ്ങൾ ഓടി വന്ന് നേരെ തന്നെ മതിലൊക്കെ ചാടി അതിൻ്റെ ഉള്ളിലിറങ്ങി നോക്കുമ്പോൾ എല്ലാവരും കല്ലിലടി വിട്ടുകയാണ്. ഇക്ക മാത്രം പുറത്തുള്ളൂ. ബാക്കി 3 എത്തും കല്ല് വീണിട്ട് ആകെ ആവശ്യമായി കിടക്കുക. പിന്നെ ഫയർഫോഴ്സും പോലീസുകാരും വന്ന് കല്ലൊക്കെ പീസാക്കിയിട്ടാണ് പുറത്തേക്ക് ഇട്ട് അവർ രക്ഷിച്ചത്. അപകടത്തിൽ ചുമറിടിഞ്ഞ് മക്കളായ സഫ്ന, സജന എന്നിവരുടെ മുകളിലേക്ക് പതിച്ചതോടെ ഇരുവരും പുറത്തിറങ്ങാനാകാതെ കട്ടകൾക്കിടയിൽ കുടുങ്ങി. വീട് തകർന്നതിനാൽ സഫൂറിലേക്കും ഭാര്യ ഷാജിദയ്ക്കും പുറത്തിറങ്ങാനായില്ല. ബഹളം കേട്ട് അയൽവാസികൾ ഓടിക്കൂടിയെങ്കിലും വീടിനകത്ത് പെട്ടവരെ പുറത്തെടുക്കാനായില്ല. ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് വീട്ടുകാരെ രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ സഫ്നയുടെ കൈയിന്റെയും സജിനയുടെ കാലിന്റെയും എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. സഫറുലയ്ക്കും ഭാര്യ ഷാജിദയ്ക്കും നിസ്സാര പരിക്കേറ്റു. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഇന്നലെ രാത്രി ഒരു 12:10 ഇവിടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ ആൾക്കാർ വിളിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം അറിയണത്. അപ്പോൾ തന്നെ ഞാൻ ഓടി വരുമ്പോഴേക്കും ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടി ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് വന്ന് ഇവരെ 4 പേരെയും
ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ എല്ലാവരും ഈ നാട്ടിലെ എല്ലാവരും കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ പോയി അവർക്കുള്ള പ്രാഥമിക ശുശ്രൂഷകൾ കൊടുക്കുകയും അവിടെ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അവിടെ ചെന്ന് അല്ലറ ചില്ലറ പരിക്കുകളോടൊക്കെ കൂടി 2 കുട്ടികൾക്കും ഇവർക്കും പരിക്കുകളുണ്ട്. അവർ ചികിത്സയിലാണ്. ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് അവർ വീട്ടിൽ വരും. അതിൻ്റെ പ്രാരംഭ നടപടികൾ എന്ന നിലയിൽ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ തലത്തിലും നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുക അതൊക്കെ നമ്മൾ രേഖാമൂലം എഴുതി കൊടുത്ത് അവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ സംസ്ഥാനതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. കലാസാംസ്കാരിക സാമൂഹ്യ സേവന രംഗത്തെ പ്രശസ്തരായ 5 പേരെയാണ് അവാർഡുകൾക്കായി തെരഞ്ഞെടുത്തതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും കലാസാംസ്കാരിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയായ ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം സംഘടനയുടെ പ്രഥമ സംസ്ഥാന അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. കലാസാംസ്കാരിക സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന 5 പേരെയാണ് അവാർഡിനായി പരിഗണിച്ചിട്ടുള്ളത്. ഈ അവാർഡിനെ തിരഞ്ഞെടുത്തവരെല്ലാം തന്നെ ഈ അവാർഡിന് ഏറ്റവും അർഹതയുള്ളവരും കലാരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ സേവന രംഗത്ത് ഒരുപാട് സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തവരുമാണ്. ഫോക്ക് ആർട്സിനെ സംബന്ധിച്ച് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് വളരെയധികം പ്രവർത്തനങ്ങൾ ഓഫ്ലൈനായും ഓൺലൈനായും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന കലയ്ക്കും സേവനത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാർത്ഥിനികൾക്കും കുട്ടികൾക്കും മാതൃകയായിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരുള്ള പോൾസൺ താണിക്കൽ, ഓഡി വർക്കി തൃശ്ശൂർ, KMK വെള്ളായിൽ മലപ്പുറം, ബേബി ജയരാജ് തിരുവനന്തപുരം, ജലീൽ ചാലിയം എന്നിവരെയാണ് അവാർഡിനായി തെരഞ്ഞെടുത്തത്. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഡിസംബർ 25-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച പുരസ്കാരം സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുജീബ് ബാഡൂർ, റഷീന കൊളത്തറ, മൊയ്തീൻകുട്ടി തിരുനാവായ, ശ്രീകുമാർ കോഴിക്കോട്, അബ്ദുൽ സമദ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. താനൂർ മുനിസിപ്പൽ ഗ്ലോബൽ KMCC 5ാം വാർഷികം സമാപിച്ചു. സമ്മേളനം മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് KMCC എന്നും ഇന്ന് 100ഓളം രാജ്യങ്ങളിൽ KMCC പ്രവർത്തിക്കുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. താനൂർ മുനിസിപ്പൽ ഗ്ലോബൽ KMCC 5ാം വാർഷികം TV's ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് മുസ്ലിങ്ങളുടെ വീടുകൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു, അവരുടെ ആരാധനയാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു, അവരുടെ വ്യാപാരശാലകൾ മുഴുവൻ തച്ചു തകർക്കപ്പെട്ടു. ഒരു ആശ്രയമില്ലാതെ ജീവിക്കാൻ വൃത്തിയില്ലാതെ നടുറോട്ടിൽ വന്ന മുസാഫിറുകളിൽ മുസ്ലിങ്ങളെ സഹായിക്കാൻ രംഗത്ത് വന്നത് KMCC-യാണ്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ സഹായാഭ്യർത്ഥന വഹിച്ചുകൊണ്ട് മുസഫർപൂരിൽ ഒരു ടൗൺഷിപ്പ്, ഒരു അങ്ങാടി ഉണ്ടാക്കി കൊടുത്തു. അവിടെ 40 വീടുകൾ വെച്ച് കൊടുത്തു. അവരുടെ കന്നുകാലികളെ തളയ്ക്കാൻ കെട്ടാൻ ആലയങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പള്ളിയും മദ്രസയും ഉണ്ടാക്കി കൊടുത്തു. കോടിക്കണക്കിന് രൂപയുടെ ചെലവഴിച്ച മുസഫർപൂരിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഝാർഖണ്ഡിൽ ഒരു പള്ളിയും മദ്രസയും സ്കൂളും KMCC-യുടെ ആഭിമുഖ്യത്തിൽ KMCC പ്രവർത്തനങ്ങളുടെ ആഭിമുഖ്യത്തിൽ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ കോവിഡ് മഹാമാരിക്കാലത്ത് UAE സർക്കാരിന്റെ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റാൻ കഴിഞ്ഞ സംഘടനയാണ് KMCC എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 50 കുടുംബങ്ങൾക്ക് നൽകുന്ന തയ്യൽ മെഷീന്റെ വിതരണോദ്ഘാടനം മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അവർക്ക് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി സഹകരിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും അവരുടെ ജോലിയിൽ കച്ചവടത്തിലുണ്ടാകും പ്രധാനം ചെയ്യുമാറാവട്ടെ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി ഈ പെരുന്നൽ വിതരണ ഉദ്ഘാടനത്തിന്റെ ചടങ്ങുകളുടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ടും ചികിത്സാ ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ വിജയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. CP റസാഖ് അധ്യക്ഷത വഹിച്ചു. നവാസ് പാലേരി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി, നേതാക്കളായ KN മുത്തുക്കോയ തങ്ങൾ, MP അഷ്റഫ്, അഡ്വക്കേറ്റ് PP ഹാരിഫ്,
TPM അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് KP സൈദലവി, TV കുഞ്ഞാൻ ബാവ ഹാജി, EP കുഞ്ഞാവ, PP ഷംസുദ്ദീൻ, MP ഹംസക്കോയ, അഡ്വക്കേറ്റ് PP റൌഫ്, C മുഹമ്മദ് അഷ്റഫ്, CK സുബൈദ, K സലാം, മുഹമ്മദ് സുൽത്താൻ, ഉമ്മുക്കുൽസു ടീച്ചർ, TV കുഞ്ഞുട്ടി, TP ഫിറോസ്, KP അസ്കർ, നിസാം MP, ഷാഹിദ, ജാഫർ, TP ബഷീർ, അഷ്കർ, ഇസ്ഹാഖ്, KP ഷിഹാബ്, ബഷീർ തായിഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ ബിരിയാണി ചലഞ്ചുമായി തുണ ചാരിറ്റബിൾ ട്രസ്റ്റ്. ആസ്ഥാന മന്ദിരം പണിയുന്നതിനുമായാണ് താനൂർ എടക്കടപ്പുറം തുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൈദരാബാദി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. താനൂർ എടക്കടപ്പുറം തുണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആസ്ഥാന മന്ദിരം പണിയുന്നതിനും ഫണ്ട് സ്വരൂപിക്കാനാണ് ഹൈദരാബാദി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന ബിരിയാണി ചലഞ്ചിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് സംഘാടകർ അറിയിച്ചു. ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിച്ച തുണ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഒരു ആസ്ഥാന മന്ദിരം പണിയണം എന്ന ആഗ്രഹം കൊണ്ട് എടക്കടപ്പുറത്ത് തന്നെ അതിൻ്റെ ആവശ്യമായ സ്ഥലവും പഴയ ഒരു ബിൽഡിങ്ങും വിലക്ക് വാങ്ങുകയും ഈ ട്രസ്റ്റിൻ്റെ ചെയർമാനായ പ്രസിഡൻ്റായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ആശ്വാസ കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ആസ്ഥാന മന്ദിരം പണിയണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നാളെ ഹൈദരാബാദി ബിരിയാണി ചാലഞ്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 7000-ഓളം ബിരിയാണിക്കുള്ള ഓർഡർ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണം കൂടിയാണ് നാളത്തെ ചലഞ്ച് തീരുന്നതോടുകൂടി പൂവണിയാൻ പോകുന്നത്. താനൂർ എടക്കടപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവകാരുണ്യ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. രോഗികൾ, വിധവകൾ, അനാഥ കുട്ടികൾക്കുള്ള സഹായം നൽകാനും നിർധനർക്ക് വീട് നിർമ്മാണ സഹായം, വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായം, കോവിഡ് കാലത്ത് പ്രവാസി സഹായ പദ്ധതി, മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് സഹായം തുടങ്ങി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. കോവിഡ് കാലത്തെ മൃതദേഹം കുളിപ്പിക്കുന്നതിന് ട്രസ്റ്റിന്റെ കീഴിൽ വനിതാ വിംഗും പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 5 വർഷത്തിനകം 50 ലക്ഷത്തിൽ പരം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രദേശത്തെ നിർധനരായ രോഗികളെ, യതീമക്കളെ, വിധവകളെ ഒക്കെ സഹായിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. ഭവനരഹിതർക്ക് അവരുടെ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ റിപ്പയർ ചെയ്യുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന, ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ഉന്നതിയിൽ എത്തിക്കുന്നതിനുള്ള സഹായമായി മുന്നോട്ട് പോകുന്നുണ്ട്. കോവിഡ് കാലത്ത് പ്രയാസമണിഞ്ഞ പ്രവാസികൾക്ക് പ്രവാസി സഹായി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കോവിഡ് കാലത്ത് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് കോവിഡ് രോഗികൾക്കടക്കം മയ്യത്ത് പരിപാലിക്കുന്നതിനുള്ള വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒരാസ്ഥാനം എന്ന നിലക്കാണ് സ്ഥലവും പഴയ കെട്ടിടവും വിലക്ക് വാങ്ങി പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. തുടർന്ന് ആസ്ഥാന മന്ദിരം പണിയുന്നതിനും ചാരിറ്റി പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനുമായിട്ടാണ് ഇപ്പോൾ ഹൈദരാബാദി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വിവരം പുറത്തറിഞ്ഞതോടെ മധ്യവയസ്കയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. താനൂർ സ്വദേശിനിയായ മധ്യവയസ്കക്കാണ് വെട്ടേറ്റത്. വണ്ടൂർ സ്വദേശി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് കാട്ടി വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. ബുധനാഴ്ച രാത്രിയാണ് താനൂർ സ്വദേശിനിയായ മധ്യവയസ്കയ്ക്ക് വെട്ടേറ്റത്. വണ്ടൂർ സ്വദേശിയായ വ്യക്തി വിവാഹ വാഗ്ദാനം നൽകി മാസങ്ങളോളം പീഡിപ്പിച്ചതായും പിന്നീട് വാക്ക് ലംഘിച്ച് വഞ്ചിച്ചതായും മധ്യവയസ്ക പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്ത്രീക്ക് നേരെ ആക്രമണമുണ്ടായത്. വണ്ടൂർ സ്വദേശിക്കെതിരെ പീഡനത്തിന് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും ഇവർ പരാതിപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും 52-കാരി പറയുന്നു. വേണ്ടാത്ത അനാവശ്യങ്ങൾ പറയാ, എന്നെ ഭീഷണി പെടുത്തുക, അല്ല വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളൂ, ഈ നാട് വിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകണമെന്നാണ് പോലീസുകാർ പറയുന്നത്. അപ്പം നിങ്ങൾ കേസ് ഇല്ലാതാക്കുകയാണെങ്കിൽ പിന്നെ അതൊക്കെ പിൻവലിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ മുമ്പിൽ എഴുതി നിങ്ങൾ ഒപ്പിട്ട് തരണം കരിങ്കാക്കാക്കി. അത് സോദനം കൊണ്ടാണ് പൈസൻ്റെ, അയാൾ കുറച്ച് പൈസക്കാരനാണ്. അയാൾ പോലീസുകാർക്ക് പൈസ കൊടുത്ത്, CAക്കും പോലീസുകാർക്കൊക്കെ പൈസ കൊടുത്ത് ഇതൊക്കെ പറയിപ്പിച്ചതാണ്. പിന്നെ CSR പറയാണ് നിങ്ങൾ എല്ലാം എഴുതി ഞങ്ങൾക്ക് ഒപ്പിട്ട് തരണം, അപ്പം ഞാൻ നിങ്ങൾക്ക് ഉടുക്കാൻ ഡ്രസ്സും പാത്രങ്ങളും സാധനമൊക്കെ വാങ്ങിത്തരാണ്. അതുകൊണ്ട് എനിക്ക് കാര്യമായില്ല. അത് കഴിഞ്ഞങ്ങാണ്ട് ഇതാ ഈ പിന്നെ ഇന്നലെ രാത്രി നടന്നതാണ്. എൻ്റെ കൈമക്ക് ഹിന്ദിക്കാരനെ കൊണ്ട് അവിടെ ആദ്യത്തെ
ആളെ കൊണ്ട് അവിടെ താമസിക്കുന്ന ആളെ കൊണ്ടൊക്കെ വെട്ടി. താനൂരിൽ നിന്നും ഹോട്ടൽ ജോലിക്കായി 7 മാസം മുമ്പാണ് 52കാരി മലയോര മേഖലയിൽ വണ്ടൂരിലെത്തിയത്. ഇതിനിടെ വിവാഹ വാഗ്ദാനം നൽകി വണ്ടൂർ കാപ്പിച്ചാൽ സ്വദേശി 5 മാസത്തോളം ശാരീരികമായി പീഡിപ്പിച്ചതായി പറയുന്നു. ഇതിനിടയിലാണ് ബുധനാഴ്ച രാത്രി മധ്യവയസ്കയ്ക്ക് വെട്ടേറ്റതും. പിന്നെ ഈ കരിങ്കാക്കാന്ന് പറഞ്ഞ് ഒരാള് എന്നെ കൊടുന്നിട്ട് ഞാൻ എന്നെ വിവാഹം കഴിച്ചോളാം, പിന്നെ അന്ന് ഞാൻ നോക്കിക്കോളാം, കാലത്തിന് എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊടുന്നിട്ട് ശാരീരികമായിട്ട് കൊടുന്ന് 3-ാം ദിവസം വന്ന് താമസിച്ച് 3-ാം ദിവസം തുടങ്ങി എന്നെ 7 മാസമായി എന്നെ പിന്നെ ശാരീരികമായിട്ട് ബന്ധപ്പെടലും ഇത് ചെയ്യലും എന്ന് ഒരുപാട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. പരാതി നൽകി മാസങ്ങളായിട്ടും ഇതുവരെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നും ഇപ്പോൾ പരാതിക്കാരിയുടെ ജീവൻ വരെ അപകടത്തിലാണെന്നും നിയമവിദഗ്ധയായ PG ശ്രീജ പറഞ്ഞു. വെട്ടുന്ന സമയത്ത് ഈ സാദിഖ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വെട്ടുന്നത്. അവർ ഈ കരീം ഓണർ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വെട്ടുന്നതെന്ന് പറഞ്ഞ് ഈ സ്ത്രീയുടെ തലയ്ക്ക് വെട്ടാൻ തുടങ്ങിയപ്പോൾ കൈ തടഞ്ഞപ്പോൾ കൈയുടെ മുട്ടിനു തണ്ടയ്ക്കാണ് ഇവർക്ക് വെട്ടുകൊണ്ടിരിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള വെട്ടുകളാണ്. ദേഹാസകലം ഇവർക്ക് നല്ല പരിക്കുകളും ഉണ്ട്. അപ്പോൾ അവരിപ്പോൾ ആദ്യമേ ഇതിനൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഈ സ്ത്രീയുടെ ജീവൻ ഇങ്ങനെ ഭീഷണി ആവില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത്. പോലീസ് അനാസ്ഥ കാണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. വേറെ ഒന്നും ഇപ്പോൾ ഇതിൽ പറയാനില്ല. ഇത് കണ്ടിട്ടെങ്കിലും അവർ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. സംഭവം നിയമപരമായി നേരിടാനുള്ള തീരുമാനത്തിലാണ് മധ്യവയസ്ക. വൈലത്തൂർ യൂസഫുൽ ജിലാനി തങ്ങളുടെ പേരിലുള്ള വൈലത്തൂർ ഉറൂസിന് ഞായറാഴ്ച കൊടിയേറും. 2 ദിവസങ്ങളായി നടക്കുന്ന ഉറൂസിൽ സിയാറത്ത്, അനുസ്മരണ സമ്മേളനം, അന്നദാനം തുടങ്ങിയവയും അരങ്ങേറും. 29-ന് തിങ്കളാഴ്ച ഉറൂസിന് കൊടിയിറങ്ങും. സയ്യിദ് യൂസഫുൽ ജിലാനി വൈലത്തൂർ തങ്ങളുടെ 5ാമത് ഉറൂസ് മുബാറക്കിനാണ് നവംബർ 28-ന് കൊടിയേറുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസ് മുബാറക്കിൽ കൊടിയേറ്റം, സിയാറത്ത്, ഉദ്ഘാടന സമ്മേളനം, അനുസ്മരണ സമ്മേളനം, ഖാദിരിയ റാത്തീബ്, സെമിനാർ, സമാപന സമ്മേളനം, പ്രഭാഷണം, അന്നദാനം തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. ഉറൂസിന് മുന്നോടിയായി വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ ജലീൽ സഖാഫി ചെറുശേല അടക്കമുള്ള പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന പ്രഭാഷണ പരമ്പരയും അരങ്ങേറുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 28-ാം തീയതി കൊടിയേറ്റം നടക്കും. 28-ന് തന്നെ അനുസ്മരണ സമ്മേളനവും ഉണ്ടായിരിക്കും. റാത്തീബ്, അനുസ്മരണ സമ്മേളനം ഇങ്ങനെയാണ് 28-ാം തീയതി നടക്കുന്നത്. അനുസ്മരണ സമ്മേളനം കേരള വഖഫ് കായികകാര്യ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. ദേവർഷോൽ അബ്ദുസ്സലാം മുസ്ലിയാർ പ്രഭാഷണം നടത്തും. തിങ്കളാഴ്ച 29-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വൈലത്തൂർ തങ്ങളുടെ പ്രാസ്ഥാനിക ലോകം എന്ന വിഷയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രാസ്ഥാനിക സംഘമുണ്ട്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. നവംബർ 28 ഞായറാഴ്ച രാവിലെ സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ തങ്ങൾ പതാക ഉയർത്തും. സൈനുൽ ആബിദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ സിയാറത്തും നടക്കും. ഖാദിരിയ റാത്തീബിന് സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി നേതൃത്വം നൽകും. വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. നവംബർ 29-ന് കാലത്ത് 9 മണിക്ക് മൗലിദ് ജൽസയ്ക്ക് പകര മുഹമ്മദ് അഹ്സനി, അബ്ദുൽ ഖാദിർ അഹ്സനി തുടങ്ങിയവർ നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് വൈലത്തൂർ തങ്ങളുടെ പ്രാസ്ഥാനിക ലോകം സെമിനാർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. 5 മണിക്ക് നടക്കുന്ന സമാപന പ്രാർത്ഥനയ്ക്ക് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. ഉറൂസിനോടനുബന്ധിച്ച് 20,000 പേർക്ക് അന്നദാനം വിതരണം ചെയ്യും. ആത്മീയ രംഗത്തും പ്രാസ്ഥാനിക രംഗത്തും ഏറെ മാതൃകകൾ കാണിച്ച വൈലത്തൂർ തങ്ങളെ അനുസ്മരിക്കുന്നതിലൂടെ, അവിടുത്തെ ഉറൂസ് നടത്തുന്നതിലൂടെ അവരെ ആശ്രയിച്ചും സമീപിച്ചും ജീവിച്ചിരുന്ന ആയിരങ്ങളിലേക്ക് അവരുടെ വിടവാങ്ങലിൻ്റെ ശേഷവും അവരുടെ ജീവിതത്തിൻ്റെ മാതൃകാപരമായ മെസ്സേജുകൾ കൈമാറുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചരിത്രം വെട്ടിമാറ്റപ്പെടുന്ന പുതിയ കാലത്ത് ചരിത്രങ്ങളെ സജീവമാക്കി നിലനിർത്തുക എന്ന കാലത്തിൻ്റെ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൂടിയാണ് ഉറൂസുകൾ നിർവഹിക്കപ്പെടുന്നത്. അന്നദാനങ്ങൾ നടത്തുന്നതിലൂടെ, പിന്നെ സാമൂഹ്യമായ സംഗമങ്ങൾ നടത്തുന്നതിലൂടെ വൈലത്തൂർ തങ്ങളുടെ ജീവിതകാലത്ത് അവിടുന്ന് കാണിച്ചു വന്നിരുന്ന സഹിഷ്ണുതയുടെ വലിയ ഒരു ലോകമുണ്ട്. എല്ലാ മതസ്ഥരും വൈലത്തൂർ തങ്ങളെ ആശ്രയിച്ചിരുന്നു. എല്ലാ വിഭാഗങ്ങളും ആശ്രയിച്ചിരുന്നു. സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി, NV അബ്ദുൾ റസാഖ് സഖാഫി വെള്ളിയാമ്പുറം, അബ്ദുൾ സമദ് മുട്ടന്നൂർ, റഫീഖ് വൈലത്തൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി 600 രൂപയാക്കുക, 200 ദിവസം തൊഴിൽ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പുത്തൻതെരു പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM താനൂർ ഏരിയ കമ്മിറ്റി അംഗം വി അബ്ദുറസാഖ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി 600 രൂപയാക്കുക, 200 ദിവസം തൊഴിൽ നൽകുക, കൂലി കുടിശ്ശിക നിർത്തരുത്, ജാതി അടിസ്ഥാനത്തിൽ കൂലി നിശ്ചയിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ പുത്തൻതെരു പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPM താനൂർ ഏരിയ കമ്മിറ്റി അംഗം വി അബ്ദുറസാഖ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 2 മാസക്കാലമായി കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട 1 രൂപ പോലും ഈ നാട്ടിലെ പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് ഇന്നവരെ ലഭ്യമായിട്ടില്ല. നൽകുന്നത് 291 രൂപയാണ്. ആ 291 രൂപ അതാത് മാസം പോലും തികച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് വർഗീയവാദത്തെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ജാതിവൽക്കരിച്ച് വിവിധ ജാതികളെ വിവിധ സമ്പർക്കങ്ങളിലേക്ക് മാറ്റുന്ന നിലപാടിലേക്കാണ്. ആ നിലപാടിനെയും ഞങ്ങൾ എതിർക്കുകയാണ്. ബേബി അധ്യക്ഷനായി. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് മാമ്പറ്റ രാധ, സെക്രട്ടറി പി രാജേഷ് എന്നിവർ സംസാരിച്ചു. KT രാധാകൃഷ്ണൻ സ്വാഗതവും ദേവദാസ് അണിമംഗലത്ത് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി പ്രഭാകരൻ, മൈമൂന തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 5987 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6665 സാമ്പിളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ 414 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5987 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 963, തിരുവനന്തപുരം 863, കോഴിക്കോട് 664, കോട്ടയം 555, തൃശൂർ 480, മലപ്പുറം 414, കൊല്ലം 377, കണ്ണൂർ 373, ഇടുക്കി 277, വയനാട് 275, പത്തനംതിട്ട 253, ആലപ്പുഴ 215, പാലക്കാട് 188, കാസർഗോഡ് 120 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6665 സാമ്പിളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 56 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 328 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 38,737 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 37 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5594 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 331 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 25 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. മലബാറിലെ പുരാതനവും പ്രസിദ്ധവുമായ വൈരങ്കോട് ഭഗവതി ക്ഷേത്രോത്സവം ആഘോഷപൂർവ്വം നടത്തണമെന്നാവശ്യപ്പെട്ട ഹിന്ദു സേവാ സമിതി തിരൂർ ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളിക്ക് നിവേദനം നൽകി. വൈരങ്കോട് ഭഗവതി ക്ഷേത്രോത്സവം ആഘോഷപൂർവ്വം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹിന്ദു സേവാ സമിതി തിരൂർ ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളിക്ക് നിവേദനം നൽകിയത്. കേരളത്തിലെ പുരാതനവും പ്രസിദ്ധവുമായ വൈരങ്കോട് ഭഗവതി ക്ഷേത്രോത്സവം ഹൈന്ദവ വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. കോവിഡ് പ്രോട്ടോകോളിന്റെ പേരിൽ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾ വേണ്ടെന്ന അധികാരികളുടെ തീരുമാനം അപലപനീയമാണെന്നും ഹിന്ദു സേവാ സമിതി പറഞ്ഞു. ക്ഷേത്ര ഉത്സവം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പൂർവാധികം ഭംഗിയായി മുൻകാലങ്ങളിൽ നടന്നതുപോലെ നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സേവാ സമിതി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. പൊതുഗതാഗതം സജീവമായി മുൻകാലങ്ങളിലേതുപോലെ നടക്കുന്നു. വിദ്യാലയങ്ങൾ തുറന്നു. മറ്റ് കാര്യങ്ങളെല്ലാം, മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങളെല്ലാം ക്രമമായി നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിനോട് ഭക്തജനങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ സാധ്യമല്ല. പൊതുഗതാഗതവും വിദ്യാലയങ്ങളും പൂർവ്വസ്ഥിതിയിലായി. മറ്റു മതവിഭാഗങ്ങളും ആചാരങ്ങൾക്ക് മുടക്കം കൂടാതെ നടക്കുമ്പോൾ ക്ഷേത്രോത്സവം പൂർവാധികം ഭംഗിയായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടത്തണമെന്നും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഹിന്ദു സേവാ സമിതി ആവശ്യപ്പെട്ടു. വൈരങ്കോട് ദേവീക്ഷേത്രത്തില് മുൻകാലങ്ങളിൽ എങ്ങനെയാണോ ഉത്സവം നടന്നിരുന്നത് അത് അതുപോലെ നടക്കണം. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഒരു ചടങ്ങുകളിലും മാറ്റങ്ങളില്ലാതെ, ആഘോഷങ്ങൾക്ക് മാറ്റമില്ലാതെ നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹിന്ദു സേവാ സമിതി ഇന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിവേദനം നൽകിയിട്ടുള്ളത്. ഞങ്ങൾ RDOയെയും അതേപോലെ തന്നെ തഹസിൽദാരെയും എല്ലാം കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്ര ഉത്സവം നടത്തണമെന്ന് തന്നെയാണ് ഹിന്ദു സേവാ സമിതി ആവശ്യപ്പെടുന്നത്.
PDP മലപ്പുറം ജില്ലാ കമ്മിറ്റി നവംബർ 1 മുതൽ സംഘടിപ്പിച്ചു വരുന്ന വാഗൺ ട്രാജഡി കൂട്ടക്കൊലയ്ക്ക് 100 വർഷം ചരിത്ര സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായി നവംബർ 29 ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വാഗൺ ട്രാജഡി അനുസ്മരണവും വിളംബര ജാഥയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി നവംബർ 26 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തിരൂർ വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ പരിസരത്ത് ചരിത്ര സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കും. പി സുരേന്ദ്രൻ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. ഇന്നലെയുടെ ചരിത്രവും ഇന്നത്തെ സമൂഹം എന്ന വിഷയത്തിൽ ഹുസൈൻ രണ്ടത്താണി പ്രഭാഷണം നടത്തും. CK അബ്ദുൽ അസീസ്, സാബു കൊട്ടാരക്കര, അജിത് കുമാർ ആസാദ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റുകാർക്ക് തിരുത്തുവാനുള്ളതല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമെന്ന ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ പാർട്ടി നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ, പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാമ്പയിൻ 26-ാം തീയതി അഥവാ നാളെ അവസാനിക്കുകയാണ്. നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ ഈ ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് സലാം മൂന്നിയൂർ, TK സലീം ബാബു, ബീരൻ ഹാജി, അബ്ദുറഹിമാൻ ഹാജി, ഫൈസൽ കന്മനം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് നവംബർ 29 വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നും മഴ മുന്നറിയിപ്പിൽ. CPM താനൂർ ഏരിയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച പതാക ഉയരും. വൈലത്തൂരിലെ പൊൻകാസ് ബീരാൻകുട്ടി നഗറിലാണ് സമ്മേളനത്തിന് വേദിയാകുന്നത്. കുറ്റിപ്പുറം ചെമ്പിക്കൽ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ പ്രദേശവാസികളാണ് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. പോലീസും തിരൂർ ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം കരക്കെടുത്തു. പൊന്നാനിൽ വീട് തകർന്നു വീണ കുടുംബത്തിലെ 4 പേർക്ക് പരിക്ക്. തെയ്യങ്ങാട് രായ്മരക്കാർ വീട്ടിൽ ഷറഫുള്ളയുടെ ഓടിട്ട വീടാണ് തകർന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.